ഈ നിമിഷം നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നത് നിങ്ങൾ ഇന്ന് കഴിച്ച ഭക്ഷണം കൊണ്ടോ ശ്വസിക്കുന്ന വായു കൊണ്ടോ മാത്രമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതൊരു വലിയ അവകാശവാദമാണല്ലോ. സാധാരണ ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കാൻ സാധ്യതയില്ല. അതെ, വളരെ വിചിത്രമായി തോന്നാം. അതായത് ഇപ്പൊ വ്യാഴം വരെയോ അല്ലെങ്കിൽ അതിനപ്പുറം ശനിയുടെ വലയങ്ങൾ വരെയോ നീളുന്ന അതിവിശാലമായ ഒരു കാന്തിക ഫീൽഡിന്റെ സ്വാധീനം നിങ്ങളുടെ ആ ഹൃദയമിടിപ്പിലുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഈ പ്രപഞ്ചം വേറെ, അതിൽ ജീവിക്കുന്ന നമ്മൾ വേറെ എന്നാണ്. ഒരു ബന്ധവുമില്ലാത്ത രണ്ട് കാര്യങ്ങൾ പോലെ. അതെ അതെ, നമ്മള് തീർത്തും വേറെയാണെന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ വേദാദ്രി മഹർഷിയുടെ ചിന്തകളെ അടിസ്ഥാനമാക്കി നമ്മൾ ഇന്നു പരിശോധിക്കുന്ന സ്രോതസ്സുകൾ പറയുന്നത് അങ്ങനെയല്ല എന്നാണ്. വാൻ കാന്തം അഥവാ പ്രപഞ്ച കാന്തിക ശക്തി, പിന്നെ ജീവകാന്തം അഥവാ നമ്മുടെ ശരീരത്തിലെ ജൈവകാന്തിക ശക്തി, ഈ ആശയങ്ങളിലൂടെയുള്ള ആഴത്തിലുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഈ ഊർജ ശൃംഖലയുടെ തുടക്കം എവിടെയാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ശരിക്കുമുള്ള കൗതുകം കിടക്കുന്നത്. സ്രോതസ്സുകൾ പ്രകാരം ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ഒരു ഏകീകൃത ശക്തിയാണ്, അതായത് ഒരു യൂണിഫൈഡ് ഫോഴ്സ്. ഒരു മിനിറ്റ്, യൂണിഫൈഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടിച്ചേർന്നൊരു അവസ്ഥയാണോ? ഏതാണ്ട് അതുപോലെ. ഈ പ്രതിഭാസത്തെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ ശിവം എന്നും ശക്തി എന്നും രണ്ടവസ്ഥകളായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ശിവം എന്നത് അനന്തമായ ചലനമില്ലാത്ത ഒരു ശൂന്യതയാണ്. ശൂന്യത എന്ന് വെച്ചാൽ ഇപ്പൊ കേവലം ഒന്നുമില്ലായ്മ എന്നാണോ? ബ്ലാങ്ക് ആയ ഒരു സ്പേസ്? അല്ല, കേവലം ഒന്നുമില്ലായ്മ എന്നല്ല അതിനർത്ഥം. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന അപാരമായ എന്നാൽ തികച്ചും നിശ്ചലമായ അവസ്ഥ. ആ നിശ്ചലാവസ്ഥയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സൂക്ഷ്മമായ വിറയൽ അഥവാ സ്പന്ദനമാണ് ശക്തി. ഈ ചലനമാണ് ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന കോസ്മിക് എനർജിയുടെ അടിസ്ഥാനം. നിൽക്കൂ, എനിക്കിത് കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. പൂർണ്ണമായും നിശ്ചലമായ അനന്തമായ ഒന്നിൽ നിന്ന് എങ്ങനെയാണ് പെട്ടെന്നൊരു ചലനം അഥവാ വിറയൽ ഉണ്ടാകുന്നത്? അതായത് ഊർജമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് പൊടുന്നനെ ഊർജം ജനിക്കുകയാണോ? നല്ല ചോദ്യമാണ്. കാരണം ഭൗതിക ശാസ്ത്രം പറയുന്നത് ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ലെന്നാണല്ലോ, അല്ലേ? അതെ, അവിടെയാണ് നമ്മൾ ഊർജത്തിന്റെ സ്വഭാവം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഊർജം പുതുതായി ജനിക്കുകയല്ല, മറിച്ച് അവസ്ഥാന്തരം സംഭവിക്കുകയാണ്. അതായത് ശിവം എന്നത് ഒരു പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ അതിസൂക്ഷ്മമായ ഒരു അവസ്ഥയാണ്. പൊട്ടൻഷ്യൽ എനർജി മനസ്സിലാകുന്നുണ്ട്. അതിലൊരു നിശ്ചിത പരിധി കഴിയുമ്പോൾ ആ വലിയ ശൂന്യതയ്ക്കുള്ളിലെ തന്നെ സ്വയം മർദ്ദം കാരണം അതിലൊരു സൂക്ഷ്മമായ വിറയൽ സംഭവിക്കുന്നു. ഇപ്പോ ഒരു വലിയ സമുദ്രം തികച്ചും ശാന്തമായി കിടക്കുമ്പോൾ അതിന്റെ അടിത്തട്ടിലുണ്ടാകുന്ന വളരെ ചെറിയൊരു മർദ്ദം എങ്ങനെയാണ് ഉപരിതലത്തിൽ ചെറിയ തരംഗങ്ങളായി മാറുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ഓഹോ, അപ്പോ ആ തരംഗങ്ങൾ അഥവാ സ്പന്ദനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴാണ് അത് ചലനാത്മകമായ ശക്തിയായി പരിണമിക്കുന്നതല്ലേ? വളരെ ശരിയാണ്. ഈ പ്രക്രിയ പ്രപഞ്ചത്തിൽ എങ്ങും നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. അപ്പോ ഈ വിറയലിൽ നിന്ന് പുറപ്പെടുന്ന ഊർജമാണ് നമ്മൾ കാണുന്ന ഭൗതിക ലോകമായി മാറുന്നത്. പക്ഷേ എനിക്കിപ്പോഴും പൂർണ്ണമായി ബോധ്യപ്പെടാത്ത ഒരു കാര്യമുണ്ട്. എന്താണ്? അദൃശ്യമായ ഒരു ഊർജ തരംഗം എങ്ങനെയാണ് നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന കരവസ്തുക്കളാകുന്നത്? അതായത് ഈ സ്രോതസ്സുകളിൽ പറയുന്ന വാൻകാന്തം എന്ന പ്രപഞ്ച കാന്തിക ശക്തിയുമായി ഇതിനുള്ള ബന്ധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആ ചോദ്യം നമ്മളെ എത്തിക്കുന്നത് പ്രപഞ്ചത്തിന്റെ നിർമ്മിതിയിലേക്കാണ്. ഈ കോസ്മിക് എനർജി അല്ലെങ്കിൽ കാന്തിക വിറയലുകളെയാണ് വാൻകാന്തം എന്ന് വിളിക്കുന്നത്. ഈ വാൻകാന്തം പല വേഗതയിലാണ് വിറകൊള്ളുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വാക്ക് സാന്ദ്രത അഥവാ വൈബ്രേഷണൽ ഡെൻസിറ്റി എന്നതാണ്. വേഗതയും സാന്ദ്രതയും തമ്മിലുള്ള ബന്ധം? അതെ, ഏറ്റവും ഉയർന്ന വേഗതയിൽ എന്നാൽ ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയിൽ വിറകൊള്ളുന്ന കാന്തിക തരംഗങ്ങളാണ് നമ്മൾ കാണുന്ന ഈ ആകാശം. ഈ കാന്തിക തരംഗങ്ങൾ പരസ്പരം കൂട്ടിമുട്ടി ഉരസുമ്പോൾ അവയുടെ വേഗത കുറയുകയും സാന്ദ്രത കൂടുകയും ചെയ്യും. അപ്പൊ വേഗത കുറയുമ്പോൾ ആകാശം സാന്ദ്രമായി അത് വായുവായി മാറുന്നു, അല്ലെ? കൃത്യം. പിന്നെ വായു കണങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ അവിടെ ചൂട് അഥവാ അഗ്നി ഉണ്ടാകുന്നു.
അതിലെ ഊർജം വീണ്ടും കുറയുമ്പോൾ അത് തണുത്ത് ജലമാകുന്നു. ഒടുവിൽ ഏറ്റവും വേഗത കുറഞ്ഞ് ഏറ്റവും കട്ടിയുള്ള രൂപമായി അത് മാറുമ്പോഴാണ് ഭൂമി അഥവാ ഖരവസ്തുക്കൾ ഉണ്ടാകുന്നത്. ഓ, എനിക്ക് മനസ്സിലാവുന്നു. ഇത് നമ്മൾ വെള്ളത്തിന്റെ കാര്യം പറയും പോലെയാണ്. അതായത് വളരെ ഉയർന്ന ഊഷ്മാവിലുള്ള നീരാവിയിലെ നമുക്ക് കാണാനോ പിടിക്കാനോ കഴിയില്ല. അത് വായുവിൽ അദൃശ്യമായി നിൽക്കും. അതെ അതെ. എന്നാൽ അതിന്റെ ഉള്ളിലെ തന്മാത്രകളുടെ വേഗത കുറയുമ്പോ അല്ലെങ്കിൽ തണുക്കുമ്പോ അത് ഒഴുകുന്ന വെള്ളമാകുന്നു. വീണ്ടും തണുക്കുമ്പോ തന്മാത്രകൾ പൂർണ്ണമായും അടുത്തു വരികയും അത് കട്ടിയുള്ള ഐസ് കട്ടയാകുകയും ചെയ്യുന്നു. ഇവിടെ താപനിലയ്ക്ക് പകരം ഈ കാന്തിക തരംഗങ്ങളുടെ വേഗത അഥവാ ഫ്രീക്വൻസിയാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം, അല്ലേ? വളരെ കൃത്യമായ ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞത്. അതെ, പ്രപഞ്ചത്തിലെ ഒരു തരി മണൽ മുതൽ അതിവിദൂരമായ നക്ഷത്രങ്ങൾ വരെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വാൻകാന്തത്തിന്റെ സാന്ദ്രതാ വ്യത്യാസങ്ങൾ കൊണ്ടാണ്. എല്ലാം ഒരൊറ്റ കാന്തിക ഫീൽഡിന്റെ വ്യത്യസ്ത രൂപങ്ങൾ മാത്രം. ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വാൻകാന്തം എന്ന പ്രപഞ്ച കാന്തിക ശക്തി ഭൂമിയും സൂര്യനും ഉൾപ്പെടുന്ന നമ്മുടെ സൗരയൂഥത്തില് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കാരണം നമ്മളെ സാധാരണ ഗ്രഹങ്ങളെ വെറും പാറക്കഷണങ്ങളോ വാതക ഗോളങ്ങളോ ആയിട്ടാണല്ലോ കാണുന്നത്. അവ എങ്ങനെയാണ് ഈ വലിയ കാന്തിക ശൃംഖലയിൽ പങ്കെടുക്കുന്നത്? അവിടെയാണ് സ്രോതസ്സുകളിൽ പറഞ്ഞിട്ടുള്ള പ്രപഞ്ച പരിണാമം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഈ ഗ്രഹങ്ങളൊന്നും വെറുതെ ശൂന്യാകാശത്ത് കിടക്കുന്ന നിർജീവ വസ്തുക്കളല്ല. ഓരോ ഗ്രഹവും അതിൻ്റെതായ വേഗതയിൽ കറങ്ങുമ്പോൾ അവ അതിഭീമമായ കാന്തിക ജനറേറ്ററുകളായി മാറുന്നു. കാന്തിക ജനറേറ്ററുകളോ? അതെങ്ങനെയാണ്? ഇപ്പോ ഉദാഹരണത്തിന് സൂര്യനെ എടുക്കുക. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് കേവലം പ്രകാശമോ ചൂടോ മാത്രമല്ല, അതിശക്തമായ സോളാർ മാഗ്നറ്റിക് തരംഗങ്ങളാണ് നമ്മളിലേക്ക് നിരന്തരം പ്രവഹിക്കുന്നത്. ഭൂമി ഈ തരംഗങ്ങളെ വലിച്ചെടുക്കുന്നു. എന്നിട്ട് ആ ഊർജം ഭൂമി എന്തു ചെയ്യുന്നു? ഭൂമിയുടെ കാമ്പിലൂടെ കടന്നുപോകുന്ന ഈ ഊർജത്തിന്റെ ഒരു ഭാഗം ഭൂമി തന്നെ ഉപയോഗിക്കുകയും ബാക്കിയുള്ളവ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. വ്യാഴം, ശനി തുടങ്ങിയ വലിയ ഗ്രഹങ്ങളും ഇതേപോലെ അവരുടേതായ കാന്തിക തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ തരംഗങ്ങളെല്ലാം പരസ്പരം കൂട്ടിമുട്ടുകയും പ്രതിപ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും സൗരയൂഥം കൃത്യമായ ഒരു ഓർബിറ്റിൽ സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്നത്. അതായത് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് വെറുതെ രാവും പകലും ഉണ്ടാക്കാൻ മാത്രമല്ല, അത് സൂര്യനിൽ നിന്നും മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വരുന്ന ഈ കാന്തിക ഊർജത്തെ സ്വീകരിക്കാനും ഉള്ളിലൂടെ കടത്തിവിടാനും തിരികെ പ്രതിഫലിപ്പിക്കാനുമുള്ള ഒരു വലിയ ഡൈനാമോവായി പ്രവർത്തിക്കുകയാണ്. അതെ, ഒരു വലിയ ഡൈനാമോ തന്നെ. നമ്മൾ ജീവിക്കുന്നത് ഈ വലിയ ഊർജയന്ത്രത്തിന്റെ ഉള്ളിലാണ്. ഒരു ഗ്രഹം പുറപ്പെടുവിക്കുന്ന കാന്തിക തരംഗം മറ്റൊരു ഗ്രഹത്തിന്റെ കാന്തിക ഫീൽഡുമായി ഇടപഴകുന്ന ഈ അദൃശ്യമായ വലയ്ക്കുള്ളിലാണ് ശരിക്കും നമ്മുടെ നിലനിൽപ്പ് തന്നെ. അത് ഭൂമിയിലെ കാലാവസ്ഥയെയും ജീവന്റെ നിലനിൽപ്പിനെയും വല്ലാതെ ബാധിക്കും. എങ്കിൽ സ്വാഭാവികമായും എനിക്ക് തോന്നുന്ന ഒരു വലിയ സംശയമുണ്ട്. ഈ വലിയ കാന്തിക ഫീൽഡ് എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. അത് ഗ്രഹങ്ങളെ വരെ നിയന്ത്രിക്കുന്നു. പക്ഷേ നമ്മുടെ ശരീരം ഈ ഊർജത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതായത് ഇപ്പോ ശനിയിൽ നിന്നോ വ്യാഴത്തിൽ നിന്നോ വരുന്ന ഒരു അദൃശ്യമായ കാന്തിക തരംഗത്തിന് എന്റെ ശരീരത്തിലെ കോശങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഒറ്റ നോട്ടത്തിൽ അത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ അവിടെയാണ് നമ്മൾ ജീവകാന്തം അഥവാ ബയോമാഗ്നറ്റിസം എന്ന അവസ്ഥയെക്കുറിച്ചും മനസ്സിലാക്കേണ്ടത്. ഈ പ്രപഞ്ച കാന്തിക ശക്തിയായ വാൻകാന്തം ഒരു ജീവിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ശ്വാസത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ആ ഊർജത്തെ വലിച്ചെടുക്കുമ്പോൾ അത് ജീവകാന്തമായി മാറുന്നു. അതായത് പുറത്ത് വാൻകാന്തം, ഉള്ളിൽ ജീവകാന്തം. അതെ അതെ. നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം, പിന്നെ നാഡീവ്യൂഹത്തിലൂടെ തലച്ചോറിലേക്കുള്ള സന്ദേശ കൈമാറ്റം, ദഹനം എന്നിവയെല്ലാം നടക്കുന്നത് ഈ ജൈവ കാന്തിക ശക്തിയുടെ പിൻബലത്തിലാണ്. നമ്മുടെ ഉള്ളിലും പ്രപഞ്ചത്തിലുള്ള അതേ പഞ്ചഭൂതങ്ങൾ തന്നെയുണ്ട്. ഇതിൽ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യമുണ്ട്. എന്താണത്? സ്രോതസ്സുകളിൽ പഞ്ചാക്ഷരം, അതായത് നാമ, ശിവയ എന്ന ശബ്ദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ സാധാരണയായി ഇതൊരു മതപരമായ മന്ത്രം മാത്രമായിട്ടാണ് കാണുന്നത്. അതെ, സാധാരണയായി ക്ഷേത്രങ്ങളിലോ ആത്മീയ ചടങ്ങുകളിലോ ആണല്ലോ നമ്മൾ ഈ അക്ഷരങ്ങൾ കേട്ടിട്ടുള്ളത്.
എന്നാൽ ഇവ നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ലേ? കേവലം കുറച്ച് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിന് ശരീരത്തിലെ കാന്തിക ഫീൽഡുമായി എന്താണ് ബന്ധം? അതൊരു ശബ്ദം മാത്രമല്ലേ? ശബ്ദത്തിന് എങ്ങനെയാണ് കാന്തികതയെ സ്വാധീനിക്കാൻ കഴിയുക? അവിടെയാണ് നമ്മൾ ശബ്ദവും കാന്തികതയും തമ്മിലുള്ള അതിശയകരമായ ശാസ്ത്രം തിരിച്ചറിയേണ്ടത്. അതായത് ഒരു അക്വാസ്റ്റിക് മാഗ്നറ്റിക് കണക്ഷൻ. ഒരു ശബ്ദമുണ്ടാകുമ്പോൾ അത് വായുവിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് അറിയാം. ഈ 5 പ്രത്യേക അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ കാന്തിക ഫീൽഡിനെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിയും. ഓഹോ, ഓരോ അക്ഷരത്തിനും ഓരോ ഫ്രീക്വൻസി ആണെന്നാണോ? അതെ. ന എന്നത് ഭൂമിയുടെ ഫ്രീക്വൻസിയുമായും മാ എന്നത് ജലവുമായും അങ്ങനെ ഓരോ അക്ഷരവും പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളുടെ ഫ്രീക്വൻസിയുമായി അലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവ ശരീരത്തിലെ നാഡീവ്യൂഹത്തിൽ പ്രത്യേക കാന്തിക അനുരണനങ്ങൾ അഥവാ മാഗ്നറ്റിക് റെസണൻസ് സൃഷ്ടിക്കുന്നു. എനിക്ക് മനസ്സിലായി. അതായത് പുറത്തു നിന്നുള്ള വാനുകാന്തത്തെ ശരീരത്തിന്റെ ഉള്ളിലെ ജീവകാന്തവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ആന്റിന പോലെയാണ് ഈ ശബ്ദതരംഗങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് തകരാറിലായ കോശങ്ങളുടെ കാന്തിക സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ സഹായിക്കും. ഇതൊരു വെറും അന്ധവിശ്വാസമല്ല, മറിച്ച് ഫ്രീക്വൻസികളുടെയും തരംഗങ്ങളുടെയും കൃത്യമായ ഒരു ഭൗതിക ശാസ്ത്രമാണ്. ഓ, അതായത് ഈ ശബ്ദങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ കാന്തിക ഫീൽഡിനെ ട്യൂൺ ചെയ്യുന്ന ഒരു ട്യൂണിംഗ് ഫോർക്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഒരു ഗിറ്റാറിന്റെ ശ്രുതി തെറ്റുമ്പോൾ നമ്മൾ മറ്റൊരു കൃത്യമായ ശബ്ദം കേൾപ്പിച്ച് അതിനെ ട്യൂൺ ചെയ്യുന്നത് പോലെ. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അപ്പോ ശരീരത്തിന് വെളിയിൽ നിന്നുള്ള ശബ്ദങ്ങൾക്ക് നമ്മുടെ ജീവകാന്തത്തെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ചിന്തകളുടെ അവസ്ഥ എന്താണ്? കാരണം ചിന്തകളും നിരന്തരം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. നമ്മുടെ മാനസികാവസ്ഥയും ഈ കാന്തിക ഊർജവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സ്രോതസ്സുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ചിന്ത എന്നത് വെറുമൊരു അമൂർത്തമായ കാര്യമല്ല എന്നാണ്. അതായത് തലച്ചോറിൽ വെറുതെ മിന്നിമറയുന്ന ഒന്നല്ല ചിന്ത. പിന്നെ എന്താണ്? ചിന്ത എന്നത് നാഡീവ്യൂഹങ്ങളിലൂടെ കടന്നു പോകുന്ന കൃത്യമായ ഒരു കാന്തിക തരംഗമാണ്. നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദയ, സ്നേഹം പോലെയുള്ള പോസിറ്റീവായ അവസ്ഥകളിലായിരിക്കുമ്പോൾ ഈ തരംഗങ്ങൾ വളരെ മൃദുവായതും കൃത്യമായ താളത്തിലുള്ളതുമായിരിക്കും. ലോ ആംപ്ലിറ്റ്യൂഡ് വേവ്സ് പോലെ. അതെ, ഇത് കോശങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് കടുത്ത ദേഷ്യം, വെറുപ്പ് അല്ലെങ്കിൽ അമിതമായ സങ്കടം എന്നിവ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അത്തരം വികാരങ്ങൾ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ക്രമമില്ലാത്ത അഥവാ കെയോട്ടിക്കായ കാന്തിക തരംഗങ്ങൾ ശരീരത്തിൽ സൃഷ്ടിക്കുന്നു. അപ്പോ ഈ ക്രമമില്ലാത്ത അമിതമായ തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ സ്വാഭാവിക കാന്തിക അലൈൻമെന്റിനെ തടസ്സപ്പെടുത്തുന്നു അല്ലെ? ഇപ്പൊ ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിൽ പെട്ടെന്ന് ഹൈ വോൾട്ടേജ് കയറുമ്പോൾ അത് ഷോർട്ട് സർക്യൂട്ട് ആവുന്നത് പോലെ. കൃത്യം. ആ ഉദാഹരണം വളരെ ശരിയാണ്. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴോ അമിതമായി സ്ട്രെസ് അനുഭവിക്കുമ്പോഴോ ഈ അമിതമായ തരംഗങ്ങൾ ശരീരത്തിലെ ജീവകാന്തത്തെ വളരെ വേഗത്തിൽ കത്തിച്ചു കളയുന്നു. അയ്യോ, അപ്പൊ ഊർജം നഷ്ടപ്പെടുകയാണോ? അതെ. നമ്മുടെ ശരീരത്തിന് ഈ ഊർജം അമിതമായി നഷ്ടപ്പെടുമ്പോൾ കോശങ്ങൾക്ക് അവയുടെ സാധാരണ പ്രവർത്തനം ചെയ്യാൻ കഴിയാതെ വരുന്നു. അതുവഴിയാണ് രോഗപ്രതിരോധ ശേഷി കുറയുന്നതും അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുന്നതും. നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന അമിതമായ ക്ഷീണവും തളർച്ചയും കേവലം ശാരീരിക അധ്വാനം കൊണ്ടല്ല, പിന്നെ ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും നമ്മൾ തന്നെ നമ്മുടെ ജീവകാന്തിക ഊർജത്തെ ചോർത്തിക്കളയുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിലെ ബാറ്ററിയെ നിങ്ങൾ തന്നെ ഒരു ഷോർട്ട് സർക്യൂട്ടിലൂടെ ഡ്രെയിൻ ചെയ്ത് കളയുകയാണ്. അതൊരു വലിയ തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് ധ്യാനവും ശാന്തമായ ചിന്തകളും ഈ കാന്തിക ഫീൽഡിനെ റീചാർജ് ചെയ്യാൻ അത്യന്താപേക്ഷിതമാകുന്നത്. ധ്യാനിക്കുമ്പോൾ തരംഗങ്ങളുടെ വേഗത കുറയുകയും ശരീരത്തിലെ ജീവകാന്തം പ്രപഞ്ചത്തിലെ വാൻ കാന്തവുമായി സന്തുലിതാവസ്ഥയിലെത്തുകയും ചെയ്യുന്നു. ഇത് ശരിക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തെ പൂർണ്ണമായും മറ്റൊരു കോണിലൂടെ കാണാൻ സഹായിക്കുന്ന ഒന്നാണ്. വെറുതെ പോസിറ്റീവായി ചിന്തിക്കൂ എന്ന് പറയുന്നതിന് പിന്നിൽ ഇത്രയും കൃത്യമായ ഒരു മെക്കാനിസം ഉണ്ടെന്നറിയുന്നത് അതിശയകരമാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ
നിശ്ചലമായ ശിവം എന്ന ശൂന്യതയിൽ നിന്ന് ഉത്ഭവിച്ച ഊർജം വാൻകാന്തമായി മാറി പഞ്ചഭൂതങ്ങളായി ചുരുങ്ങി പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. അതെ, ഊർജം തന്നെ ജീവകാന്തമായി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ ഓരോ ചിന്തകളെയും ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നൊരു ഘടകമേ അല്ല, പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ രൂപം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അതെ, വേദാത്രി മഹർഷിയുടെ ഈ ആശയങ്ങള് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉൾക്കാഴ്ചയും അതുതന്നെയാണ്. ശരീരവും പ്രപഞ്ചവും തമ്മിൽ അദൃശ്യമായ ഒരു വലിയ കാന്തിക പാലം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും സ്വഭാവം അനുസരിച്ച് നമ്മൾ ഈ പ്രപഞ്ച ഊർജത്തെ നിരന്തരം സ്വീകരിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെറുമൊരു മാംസപിണ്ഡമല്ല, മറിച്ച് ഈ പ്രപഞ്ചമാകെ പരന്നു കിടക്കുന്ന ഊർജത്തിന്റെ സജീവമായ കേന്ദ്രങ്ങളാണ്. ഇന്ന് നമ്മൾ ഈ ആഴത്തിലുള്ള യാത്ര അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം ഞാൻ വിട്ടുതരികയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് പ്രപഞ്ചത്തിലെ കാന്തിക ഊർജം നമ്മുടെ ശരീരത്തെയും ചിന്തകളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ്. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ചിന്തകൾ കൃത്യമായ കാന്തിക തരംഗങ്ങളാണെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർ ഒരേ സമയം ചിന്തിക്കുന്ന, സങ്കടപ്പെടുന്ന, ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ഈ തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തുപോയി ഈ വലിയ പ്രപഞ്ച കാന്തിക ശൃംഖലയിൽ എന്തും മാറ്റമാകും ഉണ്ടാക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. അതെ, നമ്മുടെ ഉള്ളിലെ ജീവകാന്തം ദിവസവും പുറപ്പെടുവിക്കുന്ന തരംഗങ്ങൾ തിരികെ വാൻകാന്തത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? നമ്മുടെ ഓരോ ചെറിയ ചിന്തയും പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും കോണിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിച്ച് ഒടുവിൽ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ സ്വാധീനിക്കുന്നുണ്ടാകുമോ? ഈ വലിയ ചോദ്യം നിങ്ങളുടേതായി തന്നെ ഇരിക്കട്ടെ. വീണ്ടും കാണാം.